ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഉണർന്ന ദൈവത്തെ സ്തുതിപ്പാനും നല്ലൊരു പ്രഭാതം കാണുവാനും ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ധ്യാനപീഠത്തിൻ്റെതാകുന്ന പ്രോഗ്രാമിൽ ദൈവവചനം ചിന്തിപ്പാനായിട്ട് എനിക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അവസരം നൽകിയ പ്രിയപ്പെട്ടവർക്ക് പ്രത്യേക നന്ദി പറയുന്നു. ഇന്ന് രാവിലെ സമയം ധ്യാനത്തിനായിട്ടൊരു വേദഭാഗം വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ലഭിച്ചതല്ലാതെ ഒന്നുമില്ലല്ലോ. ദൈവം നമുക്ക് നൽകുന്നതല്ലാതെ നമുക്ക് ഒന്നും തന്നെ ഇല്ല. ആയതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള കാര്യം എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചാണ് നാം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. സ്വീകരണങ്ങളുടെ ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. മനുഷ്യൻ്റെ ജനനം മുതൽ അവനെ സ്വീകരിക്കുന്നവനാണ്. വായുവും വാത്സല്യവും ഒക്കെ സ്വീകരിച്ചുകൊണ്ടാണ് ജീവിതം ആരംഭിക്കുന്നത്. വളർന്ന പക്വത പ്രാപിക്കും തോറും എന്തെന്ത് കാര്യങ്ങൾ അവൻ പ്രാപിക്കുന്നു. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടാണ് മനുഷ്യൻ്റെ ജീവിത സമാരംഭം. ജീവനാണ് ദൈവത്തിൻ്റെ ലഭ്യതയുടെ ആദ്യദാനം. തുടർന്ന് വളരുന്ന മനുഷ്യന് പാലും പഴവും പണവും പ്രതാപവും കൊടുക്കുവാൻ മറ്റുള്ളവർക്ക് കഴിയും. എന്നാൽ അവന് ജീവൻ കൊടുക്കുവാൻ ആർക്ക് കഴിയും? ദൈവത്തിന് മാത്രം മനുഷ്യൻ്റെ ആത്മാവും ജീവനും ശരീരവും ദൈവത്തിൽ നിന്ന് മാത്രമാണ് ലഭിക്കുവാനായിട്ട് കഴിയുന്നത്. ആയതുകൊണ്ട് തീർച്ചയായും അപ്രകാരം ദൈവം നൽകിയിരിക്കുന്നതായ ഈ വലിയ ആത്മാവിൽ നമുക്ക് ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് ദൈവം കൃപ നൽകുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് നമ്മൾ വായിച്ചു കേട്ടത്. ദൈവത്തിൽ നമുക്ക് ലഭിച്ചതല്ലാതെ ഒന്നുമില്ലല്ലോ. നമുക്ക് പ്രശംസിക്കുവാനായിട്ട് ഒന്നുമില്ല. നമ്മുടെ കഴിവിലോ നമ്മുടെ പ്രതാപത്തിലോ ഒന്നിനും നമുക്ക് പ്രശംസിക്കുവാനായിട്ട് ഒന്നുമില്ല. എല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് പൗലോസ് പറയുന്നു. പൗലോസിനെ സംബന്ധിച്ച് വളരെയധികം വിദ്യാഭ്യാസമുള്ളവനും ദൈവകൃപയിൽ നിലനിൽക്കുന്നവനും അനവധി സഭകളുടെ സ്ഥാപിച്ചവനും ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവിക സഭയ്ക്ക് ഉപദേശങ്ങൾ നൽകി തന്നവനുമായിരിക്കുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന പൗലോസിൻ്റെ വാക്കാണ് നമ്മൾ കേട്ടത്. അത് ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറഞ്ഞ് സകല മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നമുക്ക് ലഭിച്ചിട്ടുള്ളത്? ദൈവം ആരുടെയും കയ്യിൽ ഒന്നും തന്നെ വാങ്ങിക്കുന്നില്ല. ദൈവം ആരിൽ നിന്നൊന്നും തന്നെ വാങ്ങുന്നില്ല. കാരണം ദൈവത്തിന് യാതൊന്നിനും മുട്ടില്ലാത്തവനാണ് എന്ന് അപ്പോസ്തല പുസ്തകം 17-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. ആയതുകൊണ്ട് ദൈവത്തിന് മനുഷ്യരോടൊന്നും വാങ്ങേണ്ടതായ ഗതികേടില്ല. എന്നാൽ അവിടുന്ന് തരുന്നവനാണ്. അവിടുന്നാണ് സകലവും നമുക്ക് നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയവുമായതും ഭൗതികമായതും എല്ലാം ദൈവം നമുക്ക് നൽകിയതാണ്. അങ്ങനെ ലഭിച്ചിട്ടുള്ള 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് ദൈവം നമുക്ക് നൽകിയ ഒരു കാര്യം, നമുക്ക് ലഭിച്ച ഒരു കാര്യം കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവത്തിന് തരുവാൻ പ്രസാദമായി എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ദൈവത്തിൽ നിന്നും മനുഷ്യന് ലഭിക്കുന്ന അത്യുന്നതമായിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്, അല്ലെങ്കിൽ സ്വർഗീയ ദാനമാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കൈക്കുമ്പിൾ നീട്ടുന്ന മനുഷ്യൻ ദൈവം നൽകുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് നമുക്ക് ഓർക്കാൻ കഴിയുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ ജീവൻ്റെ അപ്പമാണ്, ദാഹത്തെ മാറ്റുന്ന ദാഹജലമാണ് എന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു. പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകി എന്ന് കാണുന്നത് എത്രയോ അനുഗ്രഹീതമായൊരു കാര്യം തന്നെയാണ്. എന്തിനു വേണ്ടിയാണ്? പാപിയായ മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ഈ ലോകത്തിൽ മരണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷയിലേക്ക് നയിക്കുവാൻ ആ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൽ കടന്നു വരാൻ കഴിഞ്ഞു. അവൻ സ്വന്തത്തിലേക്ക് കടന്നു വന്നു. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ടവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി എന്ന് വായിക്കാൻ സാധിക്കുന്നു. ആയതുകൊണ്ട് ദൈവമക്കളാകുവാൻ നമുക്ക് അധികാരം നൽകിയത് യേശുക്രിസ്തുവിനെ നമുക്ക് ലഭിച്ചത് കൊണ്ട് മാത്രമാണ്. അത് തരുവാൻ സ്വർഗം പ്രസാദിച്ചുകൊണ്ട് തന്നെയാണ്. ദൈവത്തോടു കൂടെ ഇരുന്നവൻ, ദൈവമായിരുന്നവൻ, ദൈവമഹത്വം വെടിച്ച് താഴെ വരുവാനും ആ ദൈവത്തെ ലോകത്തിലേക്ക് അയച്ചിരുവാനും പിതാവിന് പ്രസാദം തോന്നിയത് തന്നെ എത്രയോ ഭാഗ്യകരമായ കാര്യമാണ്. ഈ ലോകത്തിൽ നമുക്ക് കർത്താവിനെ നേടുവാൻ കഴിഞ്ഞതെങ്കിൽ അത് എത്രയോ അനുഗ്രഹീതമായ ഒരു പദവി തന്നെയാണെന്ന് അറിഞ്ഞ് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രണ്ടാമതായിട്ട് വായിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു. നമുക്കറിയാം 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിലും അതുപോലെ അപ്പോസ്തല പുസ്തകം 2-ാം അധ്യായം 38-ാം വാക്യത്തിലും ഒക്കെ വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ദൈവത്തിൽ നിന്നും മനുഷ്യന് ലഭിക്കുന്ന മറ്റൊരു ദാനമാണ് പരിശുദ്ധാത്മാവ്.
ലോകത്തിൽ ലഭിക്കാത്തതും ക്രിസ്തുവിനെ പ്രാപിക്കുന്നവർക്ക് ലഭിക്കുന്നതുമായ പരിശുദ്ധാത്മാവ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ആദ്യ ദാനമാണ് പരിശുദ്ധാത്മാവ്. ക്രിസ്തുവിനെ ലഭിക്കുകയും പരിശുദ്ധാത്മാ ലഭ്യമാകാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു അനുഭവമില്ല. ദൈവം തന്ന നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അതിനെ കെടുത്തരുത്, അതിനെതിരെ പാപം ചെയ്യരുത്, മത്സരിക്കരുത്, വ്യാജം കാണിക്കരുത്. ആരാണ് തന്നെ തന്നതെന്നും എന്താണ് ലഭിച്ചതെന്നും എന്തിനാണ് തന്നതെന്നുള്ളതാകുന്ന ആഴമായ ബോധ്യം ഓരോരുത്തരെയും ഭരിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശക്തി ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ലഭിച്ചപ്പോൾ ശക്തി ലഭിച്ചു. പരിശുദ്ധാത്മാ സർവ്വശക്തനായ ദൈവമാണ്. പെന്തക്കോസ്തിൻ്റെ അനുഗ്രഹം ശക്തിയാണ്. സാക്ഷിക്കുവാനുള്ള ശക്തി. യേശുവിൻ്റെ ശത്രുക്കളുടെ മുൻപാകെ സ്വജീവൻ്റെ സുരക്ഷയ്ക്കായി 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് യേശുവിനെ കൊന്നവരുടെ മുമ്പിൽ അവിടുന്ന് സാക്ഷിക്കുന്നു. പത്രോസിൻ്റെ യോഹന്നാൻ്റെ ധൈര്യം കണ്ട് ന്യായാധിപ സംഘം ആശ്ചര്യപ്പെട്ടു പോയി എന്ന് അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കുന്നു. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് എന്ന് 2 തീമോഥെയോസ് 2-ന്റെ 7-ാം വാക്യത്തിൽ വായിക്കുന്നു. അതേ ശക്തി ദൈവം പൗലോസിന് നൽകി. വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ അളവറ്റ ശക്തി ഉണ്ട്, ലഭ്യവുമാണ്. ഈ അളവറ്റ ശക്തി നമ്മിലുണ്ടെന്നറിയുക, ആ ശക്തി നമ്മിൽ വ്യാപരിക്കുവാൻ അനുവദിക്കുകയും വേണം. ഏത് പ്രതിബന്ധങ്ങളിലും അത് ലംഘിക്കുവാനുള്ളതായ അതിജീവന ശേഷി നമുക്ക് ശക്തിക്കുണ്ട്. യഹോവയായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് യെശയ്യാപ്രവചനം 40-ാം അധ്യായം 31-ാം വാക്യം വായിക്കുന്നു. ക്രിസ്തുവിനെ പ്രാപിച്ചവർ, ആത്മാവിനെ കൃപയാൽ വിശ്വാസത്താൽ ലഭിച്ചവർ ശക്തമാണ്, കരുത്തനാണ് എന്ന് കാണാൻ സാധിക്കുന്നു. 4-ാമതായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദൈവവചനം ലഭിച്ചു എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 6-ാം വാക്യം. ദൈവത്തിൽ നിന്നും ക്രിസ്തുവിലൂടെ മനുഷ്യന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവവചനം. പേപ്പറിൽ മഷി കൊണ്ട് അക്ഷരത്തിൽ എഴുതി കിടന്നത് പോരാ, ഹൃദയത്തിന് മാംസപ്പലയിൽ അവ എഴുതപ്പെടണം. ഇസ്രായേലി കൂടാരങ്ങളുടെ മുമ്പിൽ ചൂടേറിയിരിക്കുന്ന മരുഭൂമി യാത്രയിൽ ദൈവം നൽകിയ ശക്തിമാന്മാരുടെ അപ്പമായിരുന്ന മന്ന, കൂടാരത്തിന് മുമ്പിൽ ദൈവം വീഴ്ത്തിക്കൊടുത്ത മന്ന പെറുക്കി ഭക്ഷിക്കാതെ വിശപ്പ് മാറുകയില്ല, ജീവിക്കാനും സാധ്യമല്ല. അതുപോലെ ചുട്ടുപൊള്ളുന്ന മരണാരണ്യത്തിലെ അസഹനീയമായിരിക്കുന്ന അന്തരീക്ഷത്തെ നിലനിൽക്കണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ ദൈവവചനം കൊണ്ടേ മതിയാകുകയുള്ളൂ. ദൈവം നമ്മളേവരെയും ഈ വചനങ്ങൾ നമ്മെ സഹായിക്കട്ടെ. കേട്ടതായ ദൈവവചനത്തിൽ വിധേയപ്പെട്ടുകൊണ്ട് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ലഭ്യതകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്തുതിക്കുവാനും കഴിയട്ടെ. നമുക്ക് നൽകിയിരിക്കുന്ന ദൈവവചനം എല്ലാറ്റിനും ഏറ്റവും അനുഗ്രഹീതമായ കാര്യമാണ്. ആ ദൈവവചനത്തെ സൗമ്യതയോടെ കൈക്കൊള്ളണം. ദൈവവചനത്തെ പരിശുദ്ധാത്മാവിൽ സന്തോഷത്തോടെ കൈക്കൊള്ളണം. ആകെ തീർച്ചയായും രക്ഷയ്ക്ക് നമ്മളെ ജ്ഞാനിയാക്കുവാൻ തക്കവണ്ണം കഴിവുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. ആയതുകൊണ്ട് ഇന്ന് കേട്ടതായ ദൈവവചനത്താൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഒന്നാമത് നമുക്ക് ക്രിസ്തുവിനെ ലഭിച്ചു, രണ്ടാമതൊക്കെ പരിശുദ്ധാത്മാവിനെ ലഭിച്ചു, മൂന്നാമത് ശക്തി ലഭിച്ചു, നാലാമത് ദൈവത്തിൻ്റെ വചനം ലഭിച്ചു. ലഭിച്ചതായ കാര്യങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിടെയാക്കട്ടെ. ഇതൊക്കെ നമുക്ക് ലഭിച്ചതല്ലാതെ നാം ഒന്നും കൊണ്ടുവന്നതല്ല, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. അതറിഞ്ഞ് ദൈവത്തിൽ പ്രശംസിക്കാം, കർത്താവിന് മഹത്വം കൊടുക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരും സഹായിക്കട്ടെ. വചനം കേട്ട എല്ലാവർക്കും നന്ദി പറയുന്ന അവസരം നൽകിയ പ്രിയപ്പെട്ട നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.